തിരികെയുള്ള യാത്രയിൽ ക്രിസ്റ്റി ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവൾക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ അവളുടെ ഈഗോ സമ്മതിച്ചില്ല. അവൾ ദേഷ്യം അഭിനയിച്ചുകൊണ്ടേയിരുന്നു. എന്താടി മുഖം എപ്പോഴും കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എനിക്കൊരു ദേഷ്യമൊന്നുമില്ല സാർ, വണ്ടി ഓടിക്കാൻ നോക്ക്, ഋഷു അത്രമേൽ ഗൗരവത്തിൽ പറഞ്ഞു. ക്രിസ്റ്റിക്ക് അവളുടെ ഈ കപടപ്പിണക്കം നന്നായി അറിയായിരുന്നു. അവൻ അത് കേട്ടൊന്ന് ചിരിച്ചു. എടി, അവൾ എൻ്റെ കൂടെ പഠിച്ചതാ. ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാനാ പറഞ്ഞത് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളാൻ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ഫ്രണ്ടിൻ്റെ ഓവർ ഫ്രീഡം ഞാൻ കണ്ടായിരുന്നു, അവൾ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി പറഞ്ഞു. എടി, അവൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാ. ആ പിള്ളേരോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം അവൾക്കുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം പഠിച്ച പെൺപിള്ളേരിൽ അവളോടായിരുന്നു കൂടുതൽ കാര്യം. ഒരു ജാടയോ ഒന്നുമില്ലാത്തൊരു പെങ്കൊച്ച്. അവൻ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി നൽകി. ആ പെണ്ണത ഇതുവരെയായിട്ടും കല്യാണമൊന്നും കഴിക്കാത്തത്? അത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവൾ ആത്മാർത്ഥമായിട്ട് ഒരുത്തിനെ പ്രേമിച്ചു. അവനോ നന്നായിട്ട് അവളെ പറ്റിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വിവാഹത്തിനോടോ റിലേഷൻഷിപ്പിനോടോ ഒന്നും അവൾക്ക് താല്പര്യമില്ലാതായി. അത്രേ ഉള്ളൂ കാര്യം. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ അവളെ നോക്കി പറഞ്ഞു. അവൻ വണ്ടി ടൗണിലൊരു പ്രശസ്തമായ ഐസ്ക്രീം പാർലറിന്റെ മുന്നിൽ ഒതുക്കി നിർത്തി. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇവിടെ ഇരിക്കെ, അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് മാറ്റിയതിനു ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവൻ തിരികെ വന്നു. അവന്റെ കയ്യിൽ ഋഷുവിന് ഏറ്റവും പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഓവർലോഡഡ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അവൻ കാറിന്റെ ഡോർ തുറന്ന് അത് ഋഷുവിന്റെ നേർക്ക് നീട്ടി. ദാ, ഇത് കഴിക്ക്, എന്റെ കാന്താരിയുടെ ഉള്ളിലെ ചൂടൊന്നാറട്ടെ, ക്രിസ്റ്റി കുസൃതിയോടെ പറഞ്ഞു. ഐസ്ക്രീം കണ്ടതും ഋഷുവിൻ്റെ കണ്ണുകൾ തിളങ്ങിയെങ്കിലും അവൾ പതുക്കെ മുഖം തിരിച്ചു. എനിക്ക് വേണ്ട, സാറ് തന്നെ ഇരുന്ന് കഴിക്ക്, അവൾ തിരികെ പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണോ? ക്രിസ്റ്റി പെട്ടെന്ന് ഐസ്ക്രീമിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. നീയായിട്ട് കഴിക്കുന്നോ അതോ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? ഇത്തവണ അവൻ്റെ വാക്കുകളിൽ ഭീഷണിയും ഉണ്ടായിരുന്നു. കൂടുതൽ ജാട കാണിക്കല്ലേ പെണ്ണെ, കൂടുതൽ എന്നോട് കാണിച്ചാൽ തിരിഞ്ഞു പോലും ഞാൻ നോക്കില്ല, അവൻ കുറച്ച് ഗൗരവത്തോടെ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കാരണം അവൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇനിയും അവനോട് ജാട കാണിച്ചിരുന്നാൽ ചിലപ്പോൾ അവന്റെ പിന്നാലെ താൻ നടക്കേണ്ടി വരുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതുക്കെ കണ്ണുരുട്ടിക്കൊണ്ട് അവൻ നീട്ടിയ സ്പൂണിൽ നിന്നും ഐസ്ക്രീം കഴിച്ചു. തണുത്ത ചോക്ലേറ്റിന്റെ മധുരം നാവിൽ തൊട്ടതും അവളുടെ മുഖത്തെ ഗൗരവം പതുക്കെ അലിഞ്ഞുപോയി. ഇനി പറ, ഇപ്പോഴും പിണക്കമാണോ? ക്രിസ്റ്റി അവളുടെ കവളിൽ പതുക്കെ ഒന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു. ഇനി മേലല്ല ടീച്ചറുടെ കൈയും പിടിച്ച് സംസാരിച്ചാലുണ്ടല്ലോ. ഋഷു ഐസ്ക്രീം കപ്പ് അവന്റെ കയ്യിൽ നിന്നും വാങ്ങി സ്പൂൺ വായിലേക്ക് വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ അവനോട് പറഞ്ഞു. നിന്റെ ഈ കുശുമ്പ് കാണാൻ എന്ത് രസമാണെന്നോ. അത് കാണാൻ വേണ്ടി തന്നെയാ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നത്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ഭയങ്കര സാധനം തന്നെയാടി. ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഐസ്ക്രീം കഴിക്കുന്നത് നിർത്തിയതിനു ശേഷം അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായൻ കഴിച്ചോ? ഇച്ചായന് വേണോ? ഒരു വാക്ക് പോലും അവൾ ചോദിക്കില്ല, അവൻ പരിഭവത്തോടെ അവളോട് പറഞ്ഞു. അവന്റെ ആ കുറുമ്പും പരിഭവവും കണ്ടതും യേശുവിന് ചിരി പൊട്ടി. അവൾ ഐസ്ക്രീം എടുത്ത് അവന്റെ ചുണ്ടുകളോട് അടുപ്പിച്ചു. അയ്യോ, എൻ്റെ ഇച്ചായന് വിഷമമായോ? താ പിടിച്ചോ, എൻ്റെ കൈകൊണ്ട് തന്നെ തരാം, ഇനി ഞാൻ ചോദിച്ചില്ലെന്ന് പറയരുത്. അവൾ കള്ളച്ചിരിയോടെ അവനെ നോക്കി. ക്രിസ്റ്റി ഒരു കള്ളച്ചിരിയോടെ ഐസ്ക്രീം കഴിച്ചു. ശേഷം വന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. വീട്ടിലേക്ക് പോകുന്ന വഴി അവൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്രിസ്റ്റിയുടെ നോട്ടം ഡ്രൈവിങ്ങിൽ നിന്നും അവളുടെ മുഖത്തേക്ക് നീണ്ടു. കൊച്ചുകുട്ടിയെപ്പോലെ ചുണ്ടിലും മൂക്കിന്റെ തുമ്പത്തും എല്ലാം ഐസ്ക്രീം ആക്കി വെച്ചിരിക്കുകയാണ് അവൾ. കുറച്ച് നിമിഷം കഴിഞ്ഞതും ക്രിസ്റ്റി വണ്ടി ബ്രേക്ക് ചെയ്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന് അവളെ തന്നെ നോക്കി. എന്താ വെച്ചാ ഇങ്ങനെ നോക്കുന്നേ? ഡ്രൈവിംഗ് ശ്രദ്ധിക്ക്. ഷു ഐസ്ക്രീം സ്പൂൺ വായിലേക്ക് വെച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. ഞാൻ നോക്കും, എൻ്റെ വണ്ടിയിലിരിക്കുന്ന എൻ്റെ പെണ്ണിനെ ഞാനല്ലാതെ വേറെ ആരാടി നോക്കുക? ക്രിസ്റ്റി പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൻ കൈനീട്ടി അവളുടെ ചുണ്ടിൻ്റെ കോണിൽ പറ്റിയിരുന്ന ഐസ്ക്രീം തൻ്റെ വിരൽത്തുമ്പിലേക്ക് ഒപ്പിയെടുത്തു. എന്നിട്ട് അത് സ്വയം ചുണ്ടുകളോട് ചേർത്തു. ഇച്ചായ, എന്തായി കാണിക്കുന്നേ? റോഡിൽ ആളുകളൊക്കെ കാണും. ഋഷു പരിഭ്രമത്തോടെ ചുറ്റും നോക്കി നാണം കൊണ്ട് ചുവന്നു. അവൻ്റെ കണ്ണുകളിലെ ആ പഴയ കുറുമ്പും വശ്യതയും നിറഞ്ഞ നോട്ടവും കണ്ടതും ഋഷുവിൻ്റെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടി. അവൾ ഐസ്ക്രീം കപ്പ് മാറ്റിവെച്ച് അവൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ഇച്ചായ, അവളുടെ ഉമിനീർ തൊണ്ടക്കുഴിയിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോന്നത് അവൻ നോക്കി നിന്നു. എന്താടി നിനക്കത്ര പേടി? ക്രിസ്റ്റി ശബ്ദം വല്ലാതെ താഴ്ത്തി അവളുടെ കാതോരം ചോദിച്ചു. അവൻ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി പതുക്കെ അവളിലേക്ക് കൂടുതൽ അടുത്തു. അവൻ്റെ ശക്തമായ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ തന്നിലേക്ക് ഒട്ടിച്ചു നിർത്തി. ഋഷുവിൻ്റെ കൈകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ ഇറുക്കെ പിടിച്ചു. അവൾ പതുക്കെ കൺപോളകൾ അടച്ചു. ക്രിസ്റ്റി അവളുടെ താടിയിൽ പിടിച്ച് മുഖം അല്പം ഉയർത്തി. ആ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. അവളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും ഐസ്ക്രീമിൻ്റെ ആ മധുരവും തണുപ്പും ഉണ്ടായിരുന്നു. അവൻ ഒട്ടും വൈകാതെ തൻ്റെ അധരങ്ങൾ അവളുടെ ആ ചുവന്ന ചുണ്ടുകളിലേക്ക് അമർത്തിയിരുന്നു.
ആദ്യം ഒരു ചെറിയ ഞെട്ടലോടെ ഋഷു അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിയെങ്കിലും അടുത്ത നിമിഷം അവൾ അവനിലേക്ക് പൂർണ്ണമായി കീഴടങ്ങി. വണ്ടിക്കുള്ളിലെ തണുത്ത എ സിയിലും അവരുടെ ശ്വാസത്തിന് വല്ലാത്തൊരു ചൂടായിരുന്നു. ക്രിസ്റ്റി അവളുടെ ചുണ്ടുകളെ തൻ്റേത് മാത്രമാക്കി മാറ്റിക്കൊണ്ട് ആഴത്തിൽ തീവ്രമായി ചുംബിച്ചു. ഐസ്ക്രീമിന്റെ ആ മധുരവും അവരുടെ പ്രണയത്തിന്റെ ചൂടും ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ കൈകൾ അവന്റെ കഴുത്തിന് പിന്നിലൂടെ മുറുകി. ചുണ്ടുകളിൽ നിന്നും പതുക്കെ അടർന്നു മാറി അവൻ അവളുടെ നെറ്റിയിലും കവിളുകളിലും മാറി മാറി ചുംബിക്കുമ്പോൾ ഋഷു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഇത്രയും നാൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം മുഴുവൻ ആ ഒരൊറ്റ നിമിഷത്തിൽ അവർ പരസ്പരം കൈമാറുകയായിരുന്നു. നമുക്ക് പോവാച്ചായ, അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. അവളിൽ നിന്നും പതുക്കെ അടർന്നു മാറുമ്പോൾ ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി ചേർത്ത് വെച്ച് പതുക്കെ ശ്വാസം എടുത്തു. ഇനി ഈ ജന്മത്തിൽ നീ എൻ്റേത് മാത്രമാടി, അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഋഷു നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അവൻ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ക്രിസ്റ്റിയുടെ കാർ ഋഷുവിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വന്ന് നിന്നു. അവർ പുറത്തിറങ്ങുമ്പോൾ വീടിന്റെ വരാന്തയിൽ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. വൈകുന്നേരം അവൾ വരാൻ താമസിച്ചത് കൊണ്ട് അവർ കുറച്ച് പരിഭ്രമത്തിലായിരുന്നു. ക്രിസ്റ്റിയുടെ കാർ വരുന്നത് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം തോന്നി. അല്ല ക്രിസ്റ്റി, എന്താ ഇത്ര താമസിച്ചത്? പപ്പ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇന്ന് സ്കൂളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ കയറി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകി. അല്ല, നിന്നെ രാവിലെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? ഇവള് പറയുന്നത് കേട്ട് എന്തോ തിരക്കാണെന്ന് മമ്മി അവനെ നോക്കി ചോദിച്ചു. മമ്മി അങ്ങനെ ചോദിക്കുന്നത് കേട്ട് ക്രിസ്റ്റി ആദ്യം നോക്കിയത് അവളുടെ മുഖത്തേക്കായിരുന്നു. അവൾ അതിന് ഒന്നും തന്നെ മിണ്ടിയില്ല. അത് എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നീ രാവിലെ വരാത്തതിന്റെ ദേഷ്യവും സങ്കടമൊക്കെ ഇവിടെ ഒരാളുടെ മുഖത്തുണ്ടായിരുന്നു. ഫുഡ് പോലും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിന്നതാ. പിന്നെ ഞാൻ നിർബന്ധിച്ചാ കുറച്ച് കഴിപ്പിച്ചത്. മമ്മി പറയുന്നത് കേട്ടും അവനാണോ എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ കണ്ടതും അവൾ അവനെ നോക്കി പുച്ഛിച്ചു കാണിച്ചു. അവൻ വരാത്തതല്ല കാരണമെന്ന് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. ശരി പപ്പ, മമ്മി ഞാൻ ഇറങ്ങട്ടെ, നാളെ കാണാം, ക്രിസ്റ്റി അവരോട് യാത്ര പറഞ്ഞു. ശേഷം അവളെ ഒന്ന് നോക്കി മൗനമായി യാത്ര പറഞ്ഞതിന് ശേഷം കാറിന്റെ അരികിലേക്ക് നടന്നു. പോകാൻ നേരം ക്രിസ്റ്റി കാറിൽ കയറി അവൾക്ക് നേരെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു നിമിഷം മുമ്പ് അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ ഓർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. കവിളൊക്കെ ചുവന്നു തുടുത്തിരുന്നു. മുറിയിലേക്ക് വന്ന അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്ന് അവൾ സ്വയം അവളെ തന്നെ ഒന്ന് നോക്കി. അവന്റെ ചൂട് നിശ്വാസവും ചുംബനവും, എന്തിനവന്റെ സ്പ്രേയുടെ മണം പോലും തന്റെ ശരീരത്തിൽ നിന്നും മാറിപ്പോന്നില്ല എന്ന് അവൾക്ക് തോന്നി. രാവിലെ അവൾ വിഷമിച്ചതിൻ്റെതായിരുന്നു ഇപ്പോ അവൾക്കുണ്ടായിരുന്ന ആ സന്തോഷം. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രം നിലനിന്നിരുന്നു. ചാർലിയും ഷീതുവും കൂടുതൽ അടുത്തു. അവർ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ 10 ഇരട്ടിയായിട്ട് മാറി. ഒരാഴ്ച കഴിഞ്ഞാൽ ക്രിസ്റ്റിയുടെ ഋഷുവിന്റെ വിവാഹമായിരുന്നു. അതിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അവരെല്ലാവരും ക്രിസ്റ്റിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന തിരക്കിലായിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ റിയ ഇന്റേൺഷിപ്പിന് കയറിയത് കൊണ്ട് തന്നെ അവൾക്ക് അധികം ലീവില്ലായിരുന്നു. മാസങ്ങളായി റിയാനെ കണ്ടിട്ട്. ഫോൺ വിളിയുണ്ടെങ്കിലും നേരിട്ട് കാണാത്തതിന്റെ വല്ലാത്തൊരു വിഷമവും സങ്കടവും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ജീതുവിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവളെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമൊക്കെ അവളുടെ ഉള്ളിൽ നിലനിന്നിരുന്നു. അന്നത്തെ ദിവസം ഇന്റേൺഷിപ്പ് വർക്ക് കഴിഞ്ഞിട്ട് തിരികെ റൂമിലേക്ക് പോകുകയായിരുന്നു അവളും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടി ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് താമസിക്കുന്നത്. അവളുടെ ആക്റ്റീവയിലാണ് അവൾ ഇന്റേൺഷിപ്പിന് പോകുന്നതും വരുന്നതും ഒക്കെ. അവളുടെ ഒപ്പം താമസിക്കുന്ന കൂട്ടുകാരി കോളേജ് ലെക്ചറായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. രണ്ടുപേരും 2 സമയത്താണ് തിരികെ വരുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും കയ്യിൽ അവരുടെ റൂമിന്റെ കീ ഉണ്ടായിരുന്നു. അവൾ തന്റെ ഫ്ലാറ്റിന്റെ മുന്നിൽ വണ്ടി ഒതുക്കി നിർത്തി ബാഗും എടുത്ത് പടികൾ കയറി. ഈ റയാൻ എന്താ ഇന്ന് വിളിക്കാത്തത്? സാധാരണ ഇന്നും വിളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. എത്ര നാളായി അവനെ ഒന്ന് കണ്ടിട്ട്. ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞാൽ കേൾക്കില്ല. വരാന്ന് പറഞ്ഞെന്നെ പറ്റിക്കും. എന്നാൽ ട്രെയിൻ ബുക്ക് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും. എന്തൊരു സ്വഭാവമാണോ എന്തോ. എനിക്ക് അവനോടുള്ളതുപോലെ കാണണമെന്നുള്ള തോന്നലും മിസ്സിങ്ങും ഒന്നും അവനുണ്ടായിരിക്കില്ല. റിയ മനസ്സിൽ പതുക്കെ പിറുപിറുത്തു. എൻ്റെ റൂമിന്റെ ഡോർ ലോക്ക് തുറന്നു. അകത്തേക്ക് കയറി ബാഗ് കട്ടിലേക്ക് എറിഞ്ഞ് അവൾ ലൈറ്റ് ഇടാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്നൊരു ശക്തമായ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ പുറകിലേക്ക് വലിച്ചത്. റിയ ഭയന്ന് വിറച്ച് ഉറക്കെ നിലവിളിക്കാനാഞ്ഞു. പക്ഷേ ആ നിമിഷം തന്നെ ഒരു കൈ അവളുടെ വായ മുറുക്കെ പൊത്തിപ്പിടിച്ചിരുന്നു. അവളുടെ നെഞ്ചിടിപ്പ് അതിന്റെ പരമാവധിയിലെത്തി. അവൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മറ്റാരോ തന്നെ കടന്നു പിടിച്ചതാണെന്നുള്ള വെപ്രാളത്തിലായിരുന്നു അവൾ. ബഹളം വെക്കല്ലേ എൻ്റെ പെണ്ണെ, ഇത് ഞാനാ. പരിചിതമായ സൗണ്ട് കേട്ടതും റിയയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഒരിക്കലും അവനെ അവൾ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റയാൻ, അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. അവൻ അവളുടെ ചുണ്ടിൽ നിന്നും അവന്റെ കൈ മാറ്റിയതും റിയയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റയാൻ, നീയോ? നീ എപ്പോ വന്നു? എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. അല്ല, നീ എങ്ങനെയാ ഇവിടെ കയറിയത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കാണിച്ചു.
ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. ഉച്ച മുതൽ നിന്നെ കാത്ത് ഞാനിവിടെ നിൽക്കുക. സത്യം പറയാലോ, വിശന്നിട്ട് വയറ് വരെ തളക്കി വിളിക്കാൻ തുടങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. നിനക്ക് വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ റയാൻ? ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരില്ലായിരുന്നോ? അല്ല, നീ എങ്ങനെ ഇവിടെ കയറിയത്? അവൾ വീണ്ടും സംശയത്തോടെ അവനെ നോക്കി. ഞാൻ വരുന്ന കാര്യം നമ്മുടെ മാളുവിന് അറിയായിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന കീ എന്നെ ഏൽപ്പിച്ചത്. പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവളുടെ ഒപ്പം താമസിക്കുന്ന പെൺകുട്ടിയായിരുന്നു മാളു. അല്ല, അവളെ നീ എവിടെ വെച്ചാ കണ്ടത്? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. കീ തരാൻ വേണ്ടി അവൾ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ അവളുടെ സ്കൂളിൽ പോയി. കീ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അവൻ വീണ്ടും പുഞ്ചിരിച്ചു. എന്തുമാത്രം സുന്ദരി പെമ്പിള്ളാരടി ഇവിടെ ഉള്ളത്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചം. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി. ഓഹോ, അപ്പോൾ ബാംഗ്ലൂരിലെ പെമ്പിള്ളേരുടെ ഭംഗി കാണാനാണല്ലേ സാർ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി കയറി വന്നത്? ഞാൻ വിചാരിച്ച എന്നെ കാണാനുള്ള കൊതി കൊണ്ടാണെന്ന്. അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ചിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഞാൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ ഇടുപ്പിൽ കൂടി പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എടി ദുഷ്ടേ, ചുമ്മാ നിന്നെ ഒന്ന് കലിപ്പാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഇല്ലാതെ എന്ത് ബാംഗ്ലൂരിയൻ ബ്യൂട്ടി അടി. അവൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ അതിനെ പുച്ഛിച്ചു. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പണ്ട്. ഞാൻ നിന്റെ കോൺസെപ്റ്റ് അല്ലെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്? അവൾ കുറുമ്പോടെ അവനെ നോക്കി. ഡി മതി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇപ്പം എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ റിയ കൊച്ചിനെ കാണാൻ വേണ്ടിയല്ലേ ഒന്നും പറയാതെ ഞാൻ പോകുന്നത്. നിന്നെ കാണാതെ എനിക്ക് അവിടെ പറ്റണ്ടേ? ഇത്രയും ദിവസം എങ്ങനെ സമയം തള്ളി നീക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനിയും നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു തോന്നിയതുകൊണ്ടാണ് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. അവൻ്റെ ആ വാക്കുകളിലെ പ്രണയം കേട്ടതും റിയയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. ദിവസങ്ങളായുള്ള സങ്കടവും കാത്തിരിപ്പും എല്ലാം മാറി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുക്കെ ചാരി നിന്നു. റയാൻ അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു. ഒരുപാട് മിസ് ചെയ്തു റയാൻ. അവൾ പതുക്കെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും. അവൻ അവളുടെ നെറുകയിൽ ആർദ്രമായി ചുംബിച്ചു. ഇനി ഈ ദിവസങ്ങളൊക്കെ നമ്മുടേതാ. നിന്നെയും കൂട്ടി എനിക്ക് ബാംഗ്ലൂർ മുഴുവൻ കറങ്ങണം. എന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ. ക്രിസ്റ്റിച്ചാൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അതുവരെ നീ എൻ്റെ കൂടെ കാണുമോ? അവൾ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. ഉണ്ടാവും. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നു. അവൾ അവനിലേക്ക് ചേർന്ന് നിന്നതും അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയിരുന്നു. വേണ്ട, വലിയ സോപ്പിടലൊന്നും വേണ്ട. വിശക്കുന്നൊന്നുമില്ലേ നീ പറഞ്ഞത്? മാറി നിൽക്ക്, ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈവനിങ് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അവനെ തള്ളി മാറ്റി അവൾ പോകാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഫുഡല്ല വേണ്ടത്, ദേ ഈ കാന്താരിയാ വേണ്ടത്. അതും പറഞ്ഞ് റയാൻ പതുക്കെ മുഖം താഴ്ത്തി അവളുടെ കവളിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. വല്ലാത്തൊരു ആർദ്രതയോടെയുള്ള ആ ചുംബനത്തിൽ മാസങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ പ്രണയം മുഴുവൻ ഉണ്ടായിരുന്നു. റിയയുടെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടി. അവൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ ഇറുക്കി പിടിച്ചു. റയാൻ അവളുടെ ചുണ്ടുകളിലേക്ക് പതുക്കിയെടുത്തു. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് റിയ. അവനാണെങ്കിൽ അരിയാനൊക്കെ സ്ലാവിൻ്റെ മുകളിലിരുന്ന് അവളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നോ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം? കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൾ സംശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, ക്രിസ്റ്റിച്ചാനും ചേട്ടായിക്കും ചേട്ടത്തിക്കും ഒക്കെ അറിയാം. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ചേട്ടത്തി എന്നോട് പറയാതിരുന്നത്. റയാൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നലെയൊക്കെ നീ വിളിക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി നീ എന്തോ തിരക്കിലായിരിക്കുമെന്ന്. അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. ജനാലയിലൂടെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ തണുത്ത കാറ്റ് അവിടേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു പ്രണയത്തിൻ്റെ ചൂടും സന്തോഷവും മാത്രമായിരുന്നു നിലനിന്നിരുന്നത്.